സ്നിഗ്ധാകം വൈലോകിനീം ഈശ്വരോ ഗുരുരാജ്ഞേ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ പരമ്പരയെ സംബന്ധിച്ചും ഭാഷ്യം ഭോക്തൃസ്വഭാവശ്ചേത് ഭുഞ്ജീദേവസ്വം വിഷയം പ്രാപ്തം നഹി ദഗ്ധൃസ്വഭാവ പ്രകാശിതൃസ്വഭാവ സൻ ബൻഹിത്ന ഉല്ലപാതി ദാഹ്യം സ്വവിഷയം പ്രാപ്തം ന ദഹതി പ്രകാശ്യം പ്രകാശേതി നചേദഹതി പ്രകാശേതി പ്രാപ്തം സംവിഷയം നാസോ അനുർദഗ്ധ പ്രകാശയിതവേദി നിശ്ചീയതേ തഥാ അസോ പ്രാപ്ത ശബ്ദാദിവിഷയ ഉപലബ്ധസ്വഭാവശ്ചേത് ഗാർഗ്യാഭിപ്രേതഃ പ്രാണോ ബൃഹൻ പാണ്ഡരവാസ ഇത്യവുമാദി ശബ്ദം സംശയം ഉപലഭേദ യഥാ പ്രാപ്തം തൃണോ ഉടപാതി വന്നർ ദഹേത് പ്രകാശിശ്ചാരേണ തദ്വത് തസ്മാത് പ്രാപ്താനാം ശബ്ദാദീനാം അപ്രതിബോധാത് ഭോക്തൃസ്വഭാവ അഭോക്തൃസ്വഭാവ ഇതി നിശ്ചീയതേ നയേസ്യ സ്വഭാവോ നിശ്ചിതഃ സതമഭിചരതി കദാചിദപി അദസിദ്ധം പ്രാണസ്യ അഭോക്തൃത്വം. ഓരോ യുക്തിയിലൂടെ സമർത്ഥിക്കുന്നത് പ്രാണൻ അഭോക്താവാണ്. തസ്മാ സിദ്ധം പ്രാണസ്യ അഭോക്തൃത്വം. തുടക്കത്തിലും പറഞ്ഞു തസ്മായോ ഗർഗേണ അഭിപ്രേതോ നാസോ അസ്മിൻ ശരീരെ കർത്താ ഭോക്ത ബ്രഹ്മ. അത് തന്നെ ഇവിടെ വീണ്ടും സമർത്ഥിക്കുന്നു. യോ ഗാർഗ്യേണ അഭിപ്രേതോ, ഗാർഗ്യൻ പറഞ്ഞത് ആരെക്കുറിച്ച്? പ്രാണനെ കുറിച്ച്. നാസോ ആ പ്രാണൻ അസ്മിൻ ശരീരെ കർത്താ ഭോക്ത ബ്രഹ്മ. ഈ ശരീരത്തിൽ കർത്താവും ഭോക്താവുമായിരിക്കുന്ന ബ്രഹ്മം അതല്ല. പ്രാണനാണ് പരമാവധി. ഇന്ന് നമ്മൾ അദ്വൈത ശാസ്ത്രത്തെ ആശ്രയിക്കാതെ ചിന്തിച്ചാലും ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും പരമാവധി നമുക്ക് ശ്രുതി പ്രമാണം കൂടാതെ കേവല യുക്തി ആശ്രയിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് എത്തിച്ചേരാവുന്ന സ്ഥലം പ്രാണനാണ്. പ്രാണനും സാക്ഷിയായിരിക്കുന്നതാണ് ആത്മാവെന്നൊക്കെ നമ്മൾ പറയുന്നത് അദ്വൈതം മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അദ്വൈതത്തിലേ അത് പറയുന്നു.
മറ്റു ഏത് തരത്തിൽ പരിശോധിച്ചാലും ശരി പ്രാണനപ്പുറം ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഭൗതികമായി പരിശോധന നടത്തിയാലും പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, പ്രാണൻ പോകുമ്പോൾ മരിക്കുന്നു, ശരീരം നശിക്കുന്നു. ഈ ശരീരത്തെ നിലനിർത്തുന്നത്, ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്നത്, ശരീരത്തിന് ജന്മം കൊടുക്കുന്നത് എല്ലാം ഈ പ്രാണനാണ്. പ്രാണനപ്പുറം എന്താ ഉള്ളത്? ഭൗതികമായി ഗവേഷണമൊക്കെ നടത്തിക്കഴിഞ്ഞാലും ഏതുവരെ എത്തിച്ചേരും? പ്രാണൻ വരെ. ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവന്റെ രഹസ്യം എന്താണ്? എങ്ങനെ അറിയുന്നത്? അതറിയാൻ വേണ്ടി നമ്മൾ ശരീരത്തെ പഠിക്കുന്നത്. ശരീരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങളെ, ഭാഗങ്ങളെ പഠിക്കുന്നു, തലച്ചോറും മറ്റും. അങ്ങനെ പഠിച്ച് അവസാനം എത്തിച്ചേരുന്ന ഏറ്റവും സൂക്ഷ്മമായ അതും പറയുന്നതാണ്, ഇതാണ് പ്രാണന്റെ ഇരിപ്പിടം, ഇതാണ് ആത്മാവ് എന്നാ പറയുന്നത്. ഇന്നുവരെ മനുഷ്യൻ ഭൗതികമായി അന്വേഷിച്ച് കണ്ടെത്തിയതിന്റെ പരമാവധിയാണ് പ്രാണൻ. അദ്വൈതം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൽ മാത്രമേ പ്രാണസാക്ഷിയെക്കുറിച്ച് പറയുന്നു. അതിനെക്കുറിച്ച് പറയുന്നതാ, അത് മനസ്സെത്താത്തരമാണ്, വാക്കെത്താത്തരമാണ്, അനിർവചനീയമാണ് എന്നെല്ലാം പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഭൗതികമായൊരു അന്വേഷണമോ പഠനമോ ഒന്നും നടത്താനും സാധ്യമല്ല. അതുകൊണ്ട് പ്രാണനാണ് ആത്മാവ് എന്ന് ഉള്ള ധാരണ, അറിവ്, അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യുക്തികൾ. അത് ശ്രുതി നേരിട്ടൊരു യുക്തിയെ കാണിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നിടത്തും, ഉണർവിൽ മാത്രമല്ല ഉറങ്ങിക്കിടക്കുന്നിടത്തും പ്രാണനുണ്ട്. എന്തിനും ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് പോയി കാണാം, അവിടെ ഉണർവിനേക്കാൾ സ്പഷ്ടമാണ്. അത് നേരത്തെ പറഞ്ഞതാണ്, ഉണർവിൽ ഇത് സങ്കീർണമാണ്. പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഒന്ന് വേർതിരിച്ച് എടുക്കണമെങ്കിൽ ഉറക്കത്തിലേക്ക് പോയി നോക്കും. അവിടെ സ്പഷ്ടമായി കാണാം പ്രാണൻ മാത്രം പ്രവർത്തിക്കുന്നു, വേറെ യാതൊന്നുമില്ല. അത് തന്നെ ആത്മാവെന്ന് തീരുമാനിക്കാം പറയുന്നു. പക്ഷെ അത് ആത്മാവെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് എന്താണ്? ഇവിടെ ഭോക്താവായിരിക്കുന്നവനാണ്, വിഷയങ്ങളെല്ലാം ഗ്രഹിക്കുന്നവനായിരിക്കുന്നവനാണ്. സർവവിഷയങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെല്ലാം ഗ്രഹിക്കുന്നവൻ, അങ്ങനെ സർവവിഷയ ജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവനാണ്. ഗ്രഹിക്കുക, അറിയുക എന്ന് പറഞ്ഞാൽ അറിയുന്നവനിൽ ജ്ഞാനമുണ്ട്, ബോധമുണ്ട്. ആ ബോധത്തോട് കൂടിയിരിക്കുന്നവനാണ് ആത്മാവ്. അത് ബോധസ്വരൂപം എന്നുള്ളത് അവസാനത്തെ നിഗമനം. പക്ഷെ അത് ബോധസ്വരൂപമെന്ന് ഉള്ള ആ നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് സാമാന്യമായി പറഞ്ഞാൽ എന്താണ്? പ്രാണനും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്, പ്രാണപ്രവൃത്തിയുണ്ട്. സുഷുപ്തിയിലും പ്രാണപ്രവൃത്തിയുണ്ട്. പക്ഷെ ബോധത്തോടു കൂടിയിരിക്കുന്നവനാണ് ആത്മാവ്. അപ്പോൾ സുഷുപ്തിയിൽ കാണുന്ന ഈ പ്രാണൻ ബോധത്തോടുകൂടിയിരിക്കുന്നവനല്ല. അതുകൊണ്ടതല്ല ആത്മാവ്. അങ്ങനെ ആയിരുന്നെങ്കിലോ ഭോക്തൃ സ്വഭാവശ്ചേത് ഭുഞ്ചീദേവ സംവിഷയം പ്രാപ്തം. അവൻ ബോധത്തോടുകൂടിയിരുന്നവനായിരുന്നുവെങ്കിൽ അവിടെ തനിക്ക് മുന്നിൽ പ്രാപ്തമാവുന്ന വിഷയത്തെ ഗ്രഹിച്ചനെ എന്നാണ്. അവൻ ഭോക്തൃ സ്വഭാവമുള്ളവനാണെങ്കിൽ, ഗ്രഹിക്കുക എന്ന് പറയുന്ന സ്വഭാവമുള്ളവനാണെങ്കിൽ
തന്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഗ്രഹിച്ചനെ. ഇവിടെ തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ശബ്ദം പ്രയോഗിക്കുന്നു. ശബ്ദം മാത്രമല്ല, ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളെല്ലാം ഗ്രഹിച്ചനെ. ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിൽ സ്പർശമുണ്ട്, മുമ്പിൽ രൂപമുണ്ട്, രസഗന്ധാദികളെല്ലാം അനുഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒന്നും ഗ്രഹിക്കുന്നില്ല, ഗാഠനിദ്രയിലൊന്നും ഗ്രഹിക്കുന്നില്ല. അപ്പൊ അവിടെ ആരെയാണോ കാണുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ഒന്ന് സ്വദൃഷ്ടി അല്ലെങ്കിൽ ആത്മദൃഷ്ടി, മറ്റൊന്ന് പരദൃഷ്ടി. ആത്മദൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ കുറിച്ച്, തന്റെ സുഷുപ്തിയെക്കുറിച്ച് തനിക്കുള്ള അറിവ്, വേറെ ആരോടും അന്വേഷിക്കേണ്ട കാര്യമില്ല, വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. തന്റെ എല്ലാ അനുഭവങ്ങളെയും പറയാം, ആത്മദൃഷ്ടി. ഞാനൊരു വാച്ചിനെ കാണുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇതിനെ മറ്റു പലരും കാണുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവം ആത്മദൃഷ്ടിയാണ്. ഞാൻ ചിന്തിക്കുന്നു ഇതിനെ മറ്റുള്ളവരെങ്ങനെ ഇതിനെ കാണുന്നു, അത് പരദൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്ത. അവരിതിനെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു, എങ്ങനെ വിലയിരുത്തുന്നു. അതുപോലെ ആന്തരികമായി തന്റെ അവസ്ഥകൾ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് തന്റെ തന്നെ അനുഭവമാണ്. തന്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ പരന്റെ അനുഭവത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. മറ്റൊരുവന്റെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. സ്വാനുഭവത്തിന് ആത്മദൃഷ്ടി എന്ന് പറയും. പക്ഷേ ഒരു ആത്മാവിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ പലതരത്തിലും വരും. ആ ജിജ്ഞാസകളെല്ലാം തന്നെ സംബന്ധിച്ച് മാത്രമല്ല, ബാഹ്യമായ ലോകത്തെക്കുറിച്ചുകൊണ്ട് ജിജ്ഞാസ. തന്നെക്കുറിച്ച് ജിജ്ഞാസ വരുന്നത് താൻ ആരാണോ, ആത്മജിജ്ഞാസയാണ്. അതിന് ഏതെങ്കിലും ഒരു സമാധാനം കണ്ടെത്തിയാലും അടുത്ത ചോദ്യം ഇതെന്താണോ, ഇത് എവിടെ നിന്ന് വന്നു, കോഹം കുതോ ജഗതിതം, ഇതം ജഗത് കുതഃ. ഇതും ആത്മാന്വേഷണത്തിൽ ഒരു പ്രധാനമായൊരു ചോദ്യമാണ്. ഇതെവിടെ നിന്ന് വന്നു? അത് പരദൃഷ്ടിയായി തന്റെ മുമ്പിൽ കാണുന്നതിനെ കണ്ടുകൊണ്ട് ചോദിക്കുന്നു. അതിന് സമാധാനം കിട്ടിയേ പറ്റും. തന്നെ കുറിച്ചുള്ള ചോദ്യത്തിന് സമാധാനം കിട്ടിയ ഒരാൾക്ക് കൃതാർത്ഥനാകാൻ കഴിയത്തില്ല. ഇതെല്ലാം എങ്ങനെ വന്നു? അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാനായി ഉറങ്ങിക്കിടക്കുന്നവനെ മുമ്പിൽ കൊണ്ടുപോകും. അവിടെ കാണുന്നത് എന്താണ്? പ്രാണൻ, പ്രാണചലനമാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ ശരീരത്തിലുള്ള പ്രാണ സാന്നിധ്യത്തെ ഊഹിക്കാം. ഇവിടെ ഋഷി പറയുന്നത് സാധാരണ പ്രാണനാണ്. നമ്മൾ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കാണുന്ന പ്രാണനല്ല പറയുന്നു. അതിനും അല്പം കൂടി സൂക്ഷ്മമായ പ്രാണദേവതയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശരീരത്തിൽ കാണുന്ന, ഉറങ്ങിക്കിടക്കുന്നവരുടെ ശരീരത്തിൽ കാണുന്ന ചലനം അത് വെറും ജഡമാണ്. ചലനം കാറ്റ് വീശി കഴിഞ്ഞാൽ മരച്ചില്ല ആടുന്നത് പോലെയുള്ളത് ജഡമായ ചലനമാണ്. പക്ഷെ ആ പ്രാണന്റെ, കാണുന്ന പ്രാണനപ്പുറമുള്ള പ്രാണദേവത, അതുകൊണ്ടാണ് പറയുന്നത് സൂര്യനിലുണ്ട്, ചന്ദ്രനിലുണ്ട്, തന്നിലുണ്ട്, സർവത്തിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ പ്രാണദേവത എന്ന് വെച്ചാൽ ആ ചൈതന്യത്തോട് കൂടിയ പ്രാണൻ,
പ്രപഞ്ചത്തിൽ ഒന്നിനും ചൈതന്യത്തെ വിടാൻ വയ്യ. ആ ചൈതന്യത്തെ കാണാതെ വസ്തുക്കളെ കാണുമ്പോൾ നമ്മളത് പറയും അതതിന്റെ ആദി ഭൗതികമായ രൂപമാണ് എന്ന് പറയും. മുമ്പ് ഇരിക്കുന്ന പുസ്തകത്തെ മാത്രം ഞാൻ കാണണമെങ്കിൽ ഇത് ഞാൻ കാണുന്ന ഒരു ആദി ഭൗതിക രൂപം. മേശയെ കണ്ടുകഴിഞ്ഞാൽ ഒരാദി ഭൗതിക രൂപം. ഇതിനെന്റെ ശരീരത്തെ തന്നെ കണ്ടാലും അത് ആദി ഭൗതിക രൂപമാണ്. പക്ഷെ അതിന്റെ പിന്നിലൊരു ചൈതന്യം കൂടെ ഉണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ എന്ന് മനസ്സിലാക്കും. അത് ഓരോന്നിനും പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിനും അതിൻ്റെതായ തനതായ ഒരു ചൈതന്യം എന്ന് പറയുമ്പോൾ അത് ആദി ദൈവികമായി. അപ്പോൾ അത് കേവലം ജഡമല്ല, അത് ചൈതന്യമയമാണ്. അത് സ്ഥൂലമായ വസ്തുക്കളായാലും ശരി, അതിസൂക്ഷ്മമായ വസ്തുക്കളായാലും ശരി. പ്രാണൻ അതിസൂക്ഷ്മമാണ്, നമുക്ക് പിടികിട്ടുന്നതല്ല. പ്രാണൻ നമ്മൾ കാണുന്നില്ല. അവിടെ കാണുന്നത് എന്താണ്? ഒരു ശരീരത്തിന്റെ ചലനം മാത്രം. അതുകൊണ്ട് ഊഹിക്കുകയാണ് ആ ശരീരത്തെ ചലിപ്പിക്കുന്നതിന് കാരണമായ ഒരു ശക്തിയുണ്ട് അവിടെ. അതിനൊരു പേരിട്ട് വിളിക്കുകയാണ്, അത് പ്രാണനാണ്. പക്ഷെ ശക്തി എന്ന് പറയുമ്പോൾ അത് ജഡമാണ്, ഊർജമാണ്. പക്ഷെ അതിനെ അങ്ങനെയല്ല ഇവിടെ സ്വീകരിക്കുന്നത്. അത് പ്രാണദേവതയാണ്, ചൈതന്യവത്താണ്, ചൈതന്യത്തോടു കൂടിയതാണ്, ബോധമയമായ ഒന്നാണ് ഈ പ്രാണരൂപത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രാണോപാധിയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം അതാണോ ആത്മാവ്? അതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനും അപ്പുറമാണ്. എന്തുകൊണ്ടല്ല? അത് ആണ് ഗൃഹീതാവായിരുന്നെങ്കിൽ അതിന്റെ മുമ്പിൽ വന്ന വിഷയത്തെ അത് ഗ്രഹിച്ചനെ, ശബ്ദത്തെ ശ്രവിച്ചനെ. എന്തുകൊണ്ട്? നഹി ദഗ്ധൃസ്വഭാവ പ്രകാശേതൃസ്വഭാവ സന്മന്യർ തൃണോലപാതി ദാഹ്യം സവിഷയം പ്രാപ്തം നഹദി പ്രകാശ്യമാന പ്രകാശേതി. അഗ്നിയുടെ സ്വഭാവം എന്ന് പറയുന്നതാണ് ദഗ്ധൃസ്വഭാവം, ദഹിപ്പിക്കുക. പ്രകാശേതര രണ്ടാമത്തെ സ്വഭാവം പ്രകാശിപ്പിക്കുക. അതതിന്റെ സ്വഭാവമായതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ വന്നി തൃണോലപാതി, ശുഷ്കതൃണം, ഉണങ്ങിയ പുല്ല്, ഉണങ്ങിയ ഇളം പുല്ല്, അതിനാണ് തൃണോലപം എന്ന് പറയുന്നത്. ദാഹ്യമായ വസ്തുക്കളെന്നർത്ഥം, ദഹിപ്പിക്കാൻ പറ്റിയ വസ്തുക്കൾ. അതിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സുവിഷയം പ്രാപ്തം ദാഹ്യം ന ദഹതി, അതിനെ ദഹിപ്പിക്കില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അതിനത് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ദാഹയോഗ്യമായ ഒരു തന്റെ വസ്തു തന്റെ മുമ്പിൽ വരിക, അതിനെ ദഹിപ്പിക്കാതിരിക്കുക എന്ന് അത് അഗ്നിക്ക് സാധിക്കത്തേയില്ല. അങ്ങനെ ഒന്നും ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. ദാഹയോഗ്യമായ എന്നുവെച്ചാൽ അതിന് ദാഹത്തിന് ഒരു പ്രതിബന്ധങ്ങളുമില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ഉണങ്ങിയ ഇളം പുല്ല്. ഉണങ്ങിയെന്ന് പറയുമ്പോൾ ഈർപ്പമൊന്നുമില്ല അവിടെ. അഗ്നിയുടെ മുമ്പ് വന്നുപെടുക, എന്നിട്ടത് ദഹനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അതതിന്റെ സ്വഭാവമാണ്. അവിടെ പറയും വസ്തുവിന്റെ സ്വഭാവം ഇന്നതെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ ആ സ്വഭാവത്തെ അതല്ല എന്ന് പിന്നെ നിർണയിക്കാൻ പറ്റത്തില്ല നമുക്ക്. അങ്ങനൊരു നിർണയം സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീതമായി നിർണയിക്കാൻ സാധ്യമല്ല. വേണ്ടി വന്നാൽ ചിലപ്പോൾ മനസ്സിലൊരു സംശയം വരാം, ഈ വന്യക്ക് ദാഹശക്തിയില്ലേ എന്ന് സംശയിക്കാം. പക്ഷെ വന്യയുടെ സ്വഭാവം ദഹനമാണ് എന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ വന്യയുടെ സ്വഭാവം അതല്ല എന്നങ്ങനെ നിർണയിക്കാൻ പറ്റും.
തിരിച്ചങ്ങനെ സംഭവിക്കും. പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം, പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവെല്ലാം നിശ്ചിതമാണ്. അത് മാറുന്നില്ല, മാറ്റാനൊക്കത്തില്ല. ആകാശം അത് അവകാശ സ്വഭാവമാണ്. ഇത് നിശ്ചയിച്ചു കഴിഞ്ഞു സർവത്തിന് ഇടം കൊടുക്കുന്നതാണ്. എന്താ ഈ അറിവിനെ മാറ്റാൻ കഴിയും ആർക്കെങ്കിലും? അതാണല്ലോ പറയുന്നത്, ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ നിശ്ചയിച്ചാൽ മറിച്ചൊരിക്കലും നിശ്ചയിക്കാൻ സാധ്യമല്ല. അതത് തന്നെ, അതിലെത്തിച്ചേരണം. പ്രകാശ്യം എന്ന പ്രകാശരി, അഗ്നിയെക്കുറിച്ച് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് പ്രകാശിപ്പിക്കുന്നതാണോ? എന്താ ഇനി അതിന്റെ മുമ്പിൽ ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ പ്രകാശിപ്പിക്കാതിരിക്കാൻ കഴിയും? അഗ്നിക്ക് അതിന്റെ ആ സ്വഭാവത്തെ വിടാൻ പറ്റുമോ? അതിൽ അഗ്നിയെ കാണുന്നവരോടും മറിച്ചൊരു നിർണയം സാധ്യമാകുമോ എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച വ്യവഹാരം അസാധ്യമായി പോകും. ആർക്കൊന്നും പ്രപഞ്ചത്തിൽ പിന്നെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ചിന്തയും സംഭവിക്കാതെ പോകും, എല്ലാം താറുമാറാവും. അതുകൊണ്ട് ഒരു വസ്തുവിന്റെ സ്വഭാവം എന്തോ ആ സ്വഭാവത്തെ അത് മാറുന്നില്ല എന്നാണ്. ചിലപ്പോൾ ആ സ്വഭാവം ഒളിഞ്ഞിരിക്കാം, ചിലപ്പോൾ അതിന് പ്രതിബന്ധങ്ങൾ വന്നെന്നിരിക്കാം, അതൊക്കെ സംഭവിക്കാം. വസ്തു അതതിന്റെ സ്വഭാവത്തെ വെടിയുന്നില്ല. അഗ്നി ദാഹകത്വം പ്രകാശകത്വം ഈ രണ്ട് സ്വഭാവത്തെ അത് വെടിയുന്നില്ല. നച്ചേദഹതി പ്രകാശേരിവ പ്രാപ്തം സംവിഷയം നാസോ വങ്ങൾ ദദ്ധ പ്രകാശീലാവേദി നിശ്ചയതേ. ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ, സംഭവിക്കുന്ന കാര്യമില്ല, ഒരു വ്യതിരേക ചിന്ത, സാധ്യതയില്ലാത്ത കാര്യം. അഗ്നി പ്രകാശിപ്പിക്കുന്നില്ല, ദഹിപ്പിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ശരി, നമുക്ക് പറയാം ഇത് അഗ്നിയുടെ സ്വഭാവമേ അല്ല. പിന്നെന്താ അഗ്നി സംഭവിക്കുന്നില്ല എന്നർത്ഥം. തഥാസോ പ്രാപ്ത ശബ്ദാദി വിഷയ ഉപലബ്ധ സ്വഭാവശ്ചേത് ഗാർഗ്യാഭിപ്രേത പ്രാണോ ബൃഹൻ പാണ്ഡരവാസ ഐക്യവുമാതി ശബ്ദം സംവിഷയം ഉപലഭ്യത. അതുകൊണ്ട് ഗാർഗ്യൻ പറയുന്ന ഈ ആത്മാവ്, പ്രാണനാണ് ആത്മാവ് എന്നുവെച്ചാൽ ആ പ്രാണദേവത അതാണ് ആത്മാവ് എന്ന് കരുതുകയാണെങ്കിൽ അത് ആ ശബ്ദത്തെ ശ്രവിച്ചന്. ബൃഹൻ പാണ്ഡരവാസ എന്നെല്ലാമുള്ള ആ ശബ്ദം ശ്രവിക്കുമ്പോൾ അതത് കേട്ടാ പ്രതികരിക്കും. എന്തിനാ ഉറങ്ങിക്കിടക്കുന്നയാളിനെ വിളിക്കുന്നത്? എണീക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രാണനെ കണ്ടുകൊണ്ട് പ്രാണനെ നോക്കി വിളിക്കുകയാണ് സോമ. ഉടൻ ഉറങ്ങിക്കിടക്കുന്നയാൾ ചാടി എണീറ്റ്. എന്തുകൊണ്ട്? അത് ആ പ്രാണനത് ഗ്രഹിച്ചു കഴിഞ്ഞു, വിളി കേട്ടു കഴിഞ്ഞു. പക്ഷെ പ്രാണൻ കേൾക്കുന്നില്ല. അത് ഗ്രഹീതാവല്ല, ഇത് ശ്രവിക്കുന്നവനല്ല, അല്ലെങ്കിൽ ഭോക്താവല്ല, അത് സർവസാക്ഷിയല്ല. അതുകൊണ്ടാണ് അത് കേൾക്കാത്തത്. അല്ലെങ്കിൽ അത് കേട്ടനെ. കേൾക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് ആ കാണുന്ന പ്രാണൻ അത് ആത്മാവല്ല, അതിന്റെ പേരാണല്ലോ വിളിച്ചത്. തഥാസു പ്രാപ്ത ശബ്ദാദി വിഷയ ഉപലബ്ധ സ്വഭാവസ്ഥ, വിഷയങ്ങളെ ഗ്രഹിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു ആ പ്രാണനെങ്കിൽ, ഗാർഗ്യ അഭിപ്രേത പ്രാണൻ, ഗാർഗ്യ പറയുന്ന ഈ പ്രാണൻ ബൃഹൻ പാണ്ഡരവാസ ഇത്യവും അതിശബ്ദം സംവിഷം ഉപലഭ്യത,
ആ ശബ്ദത്തെ അത് കേട്ടേനെ. യഥാപ്രാപ്തം തൃണോ ലപാതി വനർദഹേ പ്രകാശേശ്ച അമ്യഭിചാരേണ തദ്വത്. ഒരു മാറ്റം കൂടാതെ ഈ സൃഷ്ടി ഉണ്ടായ കാലം മുതൽ ഈ സൃഷ്ടി അവസാനിക്കുന്ന കാലം വരെ ഈ നിയമത്തിന് മാറ്റമേ ഇല്ല. എന്താണ്? അഗ്നിയുടെ മുമ്പിൽ ദാഹയോഗ്യമായ വസ്തു വന്നപ്പെട്ടോ അത് ദഹിപ്പിക്കും. എന്താണ് അതിന്റെ മുമ്പിൽ വരുന്നത്? അതിനെ പ്രകാശിപ്പിക്കും. അതുകൊണ്ട് ഇവിടെ ഗ്രഹീതാവായിരിക്കുന്നത് ഈ പ്രാണനാണെങ്കിൽ അത് ഗ്രഹിച്ചനെ, അതല്ല. അതുകൊണ്ട് അത് കേൾക്കുന്നില്ല എന്നാണ്. തസ്മാത് പ്രാപ്താന ശബ്ദാദീനാം അപ്രതിബോധ അഭോക്തൃ സ്വഭാവം നിശ്ചയത. അതുകൊണ്ട് ഇവിടെ തീരുമാനിക്കണം, ഇവിടെ പ്രാപ്തമായ ശബ്ദാദി, ശബ്ദം മാത്രമല്ല, ഇപ്പൊ വിളിക്കുന്നു എന്നേ ഉള്ളൂ. രൂപരസഗന്ധങ്ങളെല്ലാം മുമ്പിൽ നിൽപ്പുണ്ടല്ലോ. ഇതിനൊന്നും ഗ്രഹിക്കാത്തതുകൊണ്ട്, അപ്രതിബോധ അറിയാത്തതുകൊണ്ട്, ആ ഭോക്തൃ സ്വഭാവ, ഈ പ്രാണൻ ഭോക്താവല്ല, ഭോക്താവാണ് ആത്മാവ് എന്നാണ്. ഇത് ഒരു പ്രധാനമായ വിഷയമാണ്. ആത്മാവിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതിന് വളരെ അദ്വൈതത്തിലെ പ്രബലമായൊരു യുക്തിയാണ് ഇവിടെ പറയുന്നത്. നഹി യസ്യ സ്വഭാവോ നിശ്ചിത സതം വ്യഭിചരതി കഥാചിതപി. ഒരു വസ്തുവിന്റെ സ്വഭാവം ഇന്നതാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കാലത്തും ആ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അതിനാണ് അഗ്നിയുടെ ഉദാഹരണം നേരത്തെ പറഞ്ഞത്. അതസിദ്ധം പ്രാണസ്യ അഭോക്തൃത്വം. അതുകൊണ്ട് സിദ്ധമായി പ്രാണനല്ല ആത്മാവ്. ഇവിടെ ഭോക്താവ് എന്ന് പറഞ്ഞാൽ ആത്മാവെന്നുള്ള അർത്ഥം. അതല്ല കാണുന്നവനും കേൾക്കുന്നവനും മണക്കുന്നവനും രുചിക്കുന്നവനൊന്നും ഈ പ്രാണനല്ല. അതാ പറഞ്ഞിരിക്കുന്നത്. ആരാണോ അതെല്ലാം ചെയ്യുന്നത് അവനാണ് ആത്മാവ്. പക്ഷെ ഇതിൽ പല ചോദ്യങ്ങളും ചോദിക്കാം. ഇങ്ങനെ ഒരു യുക്തിയിലൂടെ ഉറങ്ങിക്കിടക്കുന്നവനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇതാണ് ആത്മാവെന്ന് പറഞ്ഞ് ആത്മാവിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാൻ പോയാൽ വരാമെന്നുള്ള പല ചോദ്യങ്ങളിലും ഒന്നിവിടെ വീണ്ടും ചോദിക്കുന്നു. സംബോധന അർത്ഥ നാമവിശേഷേണ സംബന്ധാഗ്രഹണ അപ്രതിബോധയിത് ചെയ്ത് യഥാ ബഹുഷു വാസീനേഷു സ്വനാമവിശേഷേണ സംബന്ധാഗ്രഹണ മാമയം സംബോധയതീതി ശൃണ്വന്നപി സംബോധ്യമാനോ വിശേഷതോന പ്രതിപദ്ധ്യത. ഇത് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ ഈ പ്രാണൻ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന ശബ്ദമെല്ലാം പ്രാണൻ കേൾക്കുന്നുണ്ട്. ഇത് ശ്രോതാവല്ല, അതുകൊണ്ട് ആത്മാവല്ലെന്നല്ലേ പറയുന്നത്. പറയുന്നത് ശ്രോതാവ് തന്നെയാണ്. ഉദാഹരണം പറയുന്നു. 100 പേര് ഒരിടത്തിരിക്കുന്നു. അപ്പോൾ ഒരു പേര് പറഞ്ഞ് ഒരാളെ വിളിച്ചു. അയാൾ ശബ്ദം കേട്ടു, പക്ഷെ പ്രതികരിക്കുന്നില്ല. അയാളെന്താ ധരിച്ചത്? ഈ വിളിച്ചത് എന്നെയല്ല മറ്റൊരാളിനെയാണെന്ന് ധരിച്ചു. അതുകൊണ്ട് പ്രതികരിക്കുന്നില്ല. എടോ എന്ന് വിളിച്ചു. 100 പേരിൽ ആരും ആണല്ലോ എടോ എന്ന് വിളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരാൾ പ്രതികരിക്കുന്നില്ല. തന്നെയാണെന്നുള്ള വിശേഷിച്ച് തന്നെ വിളിക്കുന്നു എന്നറിയാത്തതുകൊണ്ട്. അതുപോലെ ഈ പ്രാണൻ ശ്രോതാവ് തന്നെയാണ്. പക്ഷേ സംബോധനാർത്ഥ നാമവിശേഷേണ സംബന്ധാഗ്രഹണം, ആ നാമവുമായിട്ടുള്ള തന്റെ ബന്ധം അത് തന്നെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് അപ്രതിബോധ ഉണരുന്നില്ല, അറിയുന്നില്ല, ഉണരുന്നില്ല. ഇത് ചെയ്ത് യഥാ ബഹുശ്വാസീനേഷു വളരെ പേരിരിക്കുന്നു. സ്വനാമ വിശേഷേണ സംബന്ധാഗ്രഹണ, അതാ എന്നെ പേരെടുത്ത് പ്രത്യേകം വിളിച്ചിരിക്കണമെന്നറിയാത്തത് കൊണ്ട് മാം അയം സംബോധയതീതി ശൃണ്വന്നപി, ഇവൻ എന്നെ
സംബോധന ചെയ്ത് വിളിക്കുകയാണെന്ന് ആ ശബ്ദം കേട്ടിട്ടുകൂടി സംബോധ്യമാനോ അവൻ വിശേഷത പ്രതിബദ്ധ വിശേഷത തന്നെയാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ല, പ്രതികരിക്കുന്നില്ല. തഥ ഇമാനി ബൃഹന്നിത്യവുമാദീനി മമ നാമാനീത്യ അഗ്രഹീത സംബന്ധ പ്രാണോ ന ഗൃഹാതി. സംബോധനാർത്ഥം ശബ്ദം. ഇവിടെ ബൃഹൻ എന്ന് പറയുന്ന ഈ ശബ്ദങ്ങൾ തന്നെയാണ് പറയുന്നതെന്ന് പ്രാണൻ ധരിക്കുന്നില്ല, മറ്റാരും പറഞ്ഞു ധരിച്ചു. അതിന് ബോധമെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയണം, അത് കേൾക്കുന്നുമുണ്ട്. പക്ഷെ തന്നെയാണെന്ന് ധരിക്കാത്തതുകൊണ്ട് അഗ്രഹീത സംബന്ധ പ്രാണോനകരണായി, അതുകൊണ്ടത് പ്രതികരിക്കുന്നില്ല. ഇതിന്റെ പ്രതികരണം എന്തായിരിക്കണം? എണീക്കണം, ഉണരണം, എണീക്കണം. അതൊന്നും സംഭവിക്കുന്നില്ല. ഗൃഹാദി സംബോധനാർത്ഥ ശബ്ദം അത് അവിജ്ഞാതൃത്വ, അല്ലാതെ ഇവിടെ പ്രാണൻ ശ്രോതാവല്ലാത്തതുകൊണ്ടല്ല, പ്രാണൻ തന്നെയാണ് ശ്രോതാവ്. പക്ഷെ തന്നെയാണ് വിളിക്കുന്നതെന്നത് അറിയുന്നില്ല എന്ന് പറഞ്ഞാലോ, ദേവത അഭ്യുപഗമേ അഗ്രഹണാനുപത്തേ. ഈ കിടക്കുന്ന പ്രാണനെ വെറും ജഡമായ വസ്തുവായിട്ടല്ല ഗാർഗ്യൻ ഉപാസിക്കുന്നത്, അത് ചൈതന്യവത്തായിട്ടാണ് അതിനെ പറയുന്നത്, പ്രാണനെ അവതരിപ്പിക്കുന്നത്. അത് തന്നെയാണ് സൂര്യനിലുള്ളത്, ചന്ദ്രനിലുള്ളത്, അത് തന്നെയാണ് സൂത്രാത്മാവ്, ഹിരണ്യഗർഭൻ, പല പേരിലും പറയുന്നത് അതിനെയാണ്. ചൈതന്യ സ്വഭാവത്തോടുകൂടിയിരിക്കുന്ന അത് ഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. അതാണ് ആത്മാവെങ്കിൽ. യസ്യ ഹി ചന്ദ്രാദ്യഭിമാനിനി ദേവത അധ്യാത്മം പ്രാണോ ഭോക്ത അഭ്യുഗമ്യതേ പറയുന്നു. ചന്ദ്രനും മറ്റും ആദിദൈവിക രൂപമായിരിക്കുന്ന ആ സൂത്രാത്മാവ്, അതാണ് ഇവിടെ ഈ ശരീരത്തിൽ ആത്മാവായിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഇവിടെ കാര്യം സൂത്രാത്മാ ആത്മ എന്നാണ്. സൂത്രാത്മാ ആത്മാ എന്ന് കരുതുന്നതിനും കുഴപ്പമില്ല, അതാണ് മുഖ്യ ആത്മാവെന്ന് കരുതുന്നത്. അവിടെയാണ് തകരാറ്. മുഖ്യ ആത്മാവ് എവിടെയാ? സുഷുപ്തിയിൽ ശേഷിക്കുന്നവൻ. സുഷുപ്തിയിൽ സർവോപാധികളെയും വിട്ടിട്ട് സ്വസ്ഥനായിരിക്കുന്നവനാണ് മുഖ്യാത്മാവ്. അതാണ് ഇവിടെ സമർത്ഥിക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഗുണാത്മാവാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ, പ്രാണരൂപത്തിൽ പ്രവർത്തിക്കുന്നവൻ, ഇന്ദ്രിയ രൂപത്തിൽ പ്രവർത്തിക്കുന്നവൻ, ഇതെല്ലാം ഗൗണാത്മാക്കളാണ്. ഈ സൂര്യചന്ദ്രാദി ഉപാധികളെ സ്വീകരിച്ചിരിക്കുന്ന ആ സൂത്രാത്മാവ് അല്ലെങ്കിൽ ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്ന അതാണ് ഈ അധ്യാത്മമായി ഇവിടെ പ്രാണനായിരിക്കുന്നത്. അതാണ് ആത്മാവ് എന്നാണ് ഗാർഗ്യൻ പറയുന്നത്. തസ്യ തയാ സംവ്യവഹാരായ വിശേഷനാമന സംബന്ധോ അവശ്യം ഗ്രഹീതവ്യം പറയുന്നു. ആ സൂത്രാത്മാവ് എന്തായാലും ചൈതന്യവത്താണ്. അത് ഗ്രഹിക്കേണ്ടതാണ്. അത് ദേവതാസ്വരൂപമാണ്, അത് ഗ്രഹിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? അന്യഥ ആഹ്വാനാദി വിഷയെ സംവ്യവഹാരോ അനൂപന്ന. കാരണം ദേവതകളെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആഹ്വാനം ചെയ്യുന്നു. അപ്പൊ ദേവത ഗ്രഹിക്കുന്നുണ്ട്. ആഹ്വാനം, അഭിജ്ഞ, അത് ഗ്രഹിക്കുക. ഭോഗം, അവിടെ അർപ്പിക്കുന്നതെല്ലാം ഗ്രഹിക്കുക. പ്രസാദം, അനുഗ്രഹം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദേവതകളിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവതയെ ആയി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ സംഭവിക്കും. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് അവിടെ അവശേഷിക്കുന്നത് ആ ദേവതയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം കേൾക്കണം. അവിടെ അവശേഷിക്കുന്ന ദേവതയല്ല, മറിച്ച് എന്താണ്? കേവലമായ ആത്മാവാണ്. അതാണ് അവിടെ അവശേഷിക്കുന്നത്. അത് ഈ കാണുന്ന പ്രാണനാണെങ്കിൽ
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കേണ്ടതായിരുന്നു. ഈ ഇവിടെ കാണുന്ന ആ പ്രാണനാണ് ആ ശ്രോതാവെങ്കിൽ വിളിച്ചപ്പോൾ കേൾക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ കേൾക്കുന്നില്ല. അതുകൊണ്ടതല്ല, അവിടെ ഉറക്കത്തിൽ ശേഷിക്കുന്ന അതല്ല എന്നാണ്. ഉറക്കത്തിൽ ശേഷിക്കുന്നത് മുഖ്യാത്മാവ് തന്നെയാണ് എന്നാണ്. അത് ജാഗ്രതയിൽ നിന്നും വേർതിരിച്ച് വ്യക്തമായി അവിടെ സ്ഥിതി ചെയ്യുന്നു ഉറക്കത്തിൽ. അതുകൊണ്ട് ശബ്ദം കൊണ്ട് കേവലം ശബ്ദം പ്രയോഗിച്ചപ്പോ അത് കേട്ടില്ല എന്ന് പറയുന്ന വാസ്തവമാണ്. ആ ശബ്ദം ശ്രവിക്കുന്നവനായില്ല അവിടെ. അതുകൊണ്ടാണ് ഉണരാത്തത്. നമ്മൾ കാണുന്ന ആ പ്രാണൻ അത് ഈ ശബ്ദത്തെ ശ്രവിക്കുന്നവനല്ല. തസ്യതയാ സംവ്യവഹാരായ വിശേഷനാമന സംബന്ധോ അവശ്യം ഗ്രഹീതവ്യ. ഇനി ചന്ദ്രാദി അഭിമാനിയായ ദേവതയാണെങ്കിൽ ശരി, ആ ദേവതയെ മന്ത്രത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, ദേവത ഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അന്യഥ ആഹ്വാനാദി വിഷയ സംവ്യവഹാരാനുപന്ന. അല്ലെങ്കിൽ ഈ വൈദിക കർമ്മങ്ങളെല്ലാം അസംബന്ധമെന്ന് പറയേണ്ടി വരും. ദേവതയെ ആഹ്വാനം ചെയ്യുക, ദൈവത വിഷയത്തെ ഗ്രഹിക്കുക, ഇങ്ങനെയെല്ലാം പറയുന്നതൊക്കെ അസംബന്ധമെന്ന് വരും. അപ്പോൾ ദേവതയെ സംബന്ധിച്ചാണെങ്കിൽ അത് ശരിയാണ്. പക്ഷെ ഇവിടെ മുമ്പിൽ കാണുന്ന പ്രാണനെ ഉദ്ദേശിച്ച് സംബോധന ചെയ്തപ്പോൾ അത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളതും സത്യം. എന്നുവെച്ചാൽ അത് ഉണരുന്നില്ല, ശബ്ദം കൊണ്ട് ഉണരുന്നില്ല. അതുകൊണ്ടത് ശ്രോതാവായിരിക്കുന്ന ആത്മാവല്ല എന്നാണ്. വ്യതിരിക്ത പക്ഷേപി അപ്രതിപത്തേരൈക്യമിതിച്ച് പറയുന്നു, ഇവിടെ ഇതല്ല ആത്മാവ്, ഇതിന് പിന്നിലൊരു ഭോക്താവുണ്ട്, ശ്രവിക്കുന്നവനുണ്ട് എന്ന് പറയുന്നു. അതാണ് ആത്മാവ്. പ്രാണനിൽ നിന്നും അന്യമായ ഒരാത്മാവ് അവിടെ ഉണ്ട്, ഉറങ്ങിക്കിടക്കുന്നിടത്ത് എന്നാണല്ലോ പറയുന്നത് അജാതശത്രു. ശരി, അത് സ്വീകരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നാണ്. അപ്രതിപത്തേരയുക്തം. ആത്മാവ് എന്തുകൊണ്ട് ഈ വിളി കേൾക്കുന്നില്ല? അത് കേൾക്കാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ശ്രോതാവില്ല എന്നതിനെ തീരുമാനിക്കുന്നു. ഉണ്ടെങ്കിൽ കേൾക്കേണ്ടായിരുന്നല്ലോ. പറയുന്നു അതിന് സമാനം. എന്ത് യസ്യ പ്രാണം വ്യതിരിക്തോ ഭോക്ത തസ്യാവിഗ്രഹൻ ഇത്യാദി നാമവിഹി സംബോധനെ ബൃഹത്വാദി നാമനാം തഥാ തദ്വിഷയത്വാൻ പ്രതിപത്തിയുക്ത നജ കദാചിത് വേ ബൃഹത്വാദി ശബ്ദൈ സംബോധിത പ്രതിപദ്യമാനോ ദൃശ്യത്തെ തസ്മാത് അകാരണം അഭോക്തൃത്തെ സംബോധന അപ്രതിപത്തിരിതി ചേത് തദ്വതഃ താവന്മാത്ര അഭിമാന അനുപത്തെ. യസ്യ പ്രാണം വ്യതിരിക്തോ ഭോക്ത സ പ്രാണാദികരണവാൻ പ്രാണി തസ്യ പ്രാണദേവതാമാത്ര അഭിമാനോ യഥാ ഹസ്തേ തസ്മാത് പ്രാണനാമ സംബോധനെ കൃഷ്ണാഭിമാനിനോ യുക്തേവ അപ്രതിപത്തി നോ പ്രാണസ്യ അസാധാരണ നാമ സംയോഗേ ദേവത ആത്മത്വ അനഭിമാനത്വ ചാത്മന.
അതിന് സമാനം പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? പ്രാണൻ ആ ദേവതാരൂപനാണ്, ശരിക്കും ചൈതന്യവത്താണ്. അപ്പോ ആ ഈ ശബ്ദങ്ങൾ പ്രയോഗിച്ചപ്പോ ആ പ്രാണൻ അത് ശ്രവിച്ചില്ല. ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ടും ആ ഉറക്കം അവിടെ തുറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഭിന്നനായ ഒരു ശ്രോതാവ് അവിടെ ഉണ്ടെന്നും പറയും. ഈ ശബ്ദങ്ങൾ പ്രയോഗിച്ചപ്പോൾ എന്തുകൊണ്ട് ആ ശ്രോതാവ് ആ ചൈതന്യ സ്വരൂപനായിരിക്കുന്നു എന്തുകൊണ്ട് ഉണർന്നില്ല? അതവിടെ ഉണ്ടെങ്കിൽ, കാരണം ഈ പ്രാണനിൽ നിന്നും വ്യതിരിക്തനായ ഒരു ശ്രോതാവ് ഉണ്ടെന്നല്ലേ പറയുന്നു. പ്രാണൻ എന്തുകൊണ്ട്? പ്രാണൻ അങ്ങനെ ശ്രോതൃത്വ ധർമ്മമില്ല, അതുകൊണ്ടാണ്. ആ ശരീരത്തിലിരിക്കുന്ന ആ പ്രാണനൊരു ശ്രോതൃത്വ ധർമ്മമില്ലാതുകൊണ്ട് കേൾക്കുന്നില്ല. ദേവതയാണെങ്കിലോ, ദേവത എന്ന് പറയുന്നത് വൈദികമായ ആഹ്വാനാദി കർമ്മങ്ങളിലാണ് അത് ശ്രോതാവാകുന്നത്. അത് ഈ ശരീരത്തിലിരിക്കുന്ന പ്രാണരൂപത്തിലല്ല. ആണെന്ന് പറഞ്ഞത് ചന്ദ്രാദി അഭിമാനിനി ദേവത. ആ ചന്ദ്രാദി അഭിമാനിയായിരിക്കുന്ന ആ ദേവതയാണ് ഈ ശരീരത്തിൽ പ്രാണനായിരിക്കുന്നതെങ്കിലും വേദമന്ത്രങ്ങളിലൂടെ ആഹ്വാനവും മറ്റും ചെയ്യുന്ന ഇതിനല്ല. അത് ആ ദേവതയാണ്. ചന്ദ്രസൂര്യാദികളിൽ അഭിമാനിയായിരിക്കുന്ന ആ ദേവതയാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അത് ആഹ്വാനത്തെ സ്വീകരിക്കുന്നു എന്ന് എല്ലാം വൈദികർ സമ്മതിക്കുന്നുണ്ട്. പറയണ്ടേ, ദേവതയെ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് പറയുന്നില്ലേ? അത് ഈ പ്രാണനെയാണ്, ശരീരത്തിലുള്ളതല്ല. അത് മറ്റൊരു വിഷയം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ ശരീരത്തിലെ പ്രാണനെ കുറിച്ചാണ്. അത് അധ്യാത്മമായി ആ ദേവത തന്നെ ഈ ശരീരത്തിൽ പ്രാണനായിരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വിളിക്കുന്നത് മന്ത്രങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്നത് ആധിദൈവികമായ രൂപത്തെയാണ്. അത് അംഗീകരിക്കുന്നുണ്ട്, അത് വിളി കേൾക്കും. പക്ഷെ അത് ഈ ശരീരത്തിലിരിക്കുന്ന ഈ പ്രാണചലനത്തെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിലിരിക്കുന്ന അധ്യാത്മ പ്രാണ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം നടന്നാൽ മതി. പിന്നെ ഈ ചന്ദ്രനും സൂര്യനിലും ഒക്കെ ഇരിക്കുന്ന ദേവതയെ ആഹ്വാനം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അത് രണ്ട് കാര്യങ്ങളാണ്. അത് പോകട്ടെ, ഇതിവിടേക്ക് തന്നെ വരാം. ഇവിടെ പിന്നിലൊരു ശ്രോതാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ശബ്ദം പ്രയോഗിച്ചപ്പോൾ ശ്രോതാവുണ്ടല്ലോ, എന്തുകൊണ്ട് കേട്ടില്ല? അത് പറയുന്നു, അങ്ങനെ പ്രാണം വ്യതിരിക്തനായ യസ്യ പ്രാണം വ്യതിരിക്തോ ഭോക്ത, ഒരാളിവിടെയുണ്ട് ഈ ശരീരത്തിൽ ഉറങ്ങുമ്പോൾ, തസ്യാവി ബൃഹൻ ഇത്യാദി നാം ഈ സംബോധനേ, ആ ശരീരത്തിൽ ഇരിക്കുന്നവൻ, ഉറങ്ങിക്കിടക്കുന്നവൻ എന്ന് പറയാം. ബൃഹൻ ഇത്യാദി നാം ഈ സംബോധന, ഈ പേരുകളുകൊണ്ട് വിളിക്കുമ്പോൾ ബൃഹത്വാദി നാംനാം തഥാ തദ്വിഷയത്വ പ്രയുക്തം. അപ്പോൾ അവനെയാണല്ലോ വിളിക്കുന്നത് ബൃഹൻ പാണ്ഡരവാസ. എന്തുകൊണ്ട് ആ ശബ്ദം കൊണ്ട് അവിടെയുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന ആ ശ്രോതാവ് ഉണർന്നില്ല എന്നാണ്. ഇവിടെ പ്രാണൻ അതങ്ങനെ തന്നെ, പ്രാണനെ വിളിച്ചതുകൊണ്ട് പ്രാണൻ കേൾക്കുന്നില്ല. പക്ഷെ കേൾക്കേണ്ട ഒരാളവിടെ ഉണ്ടെന്നല്ലേ പറയുന്നത് ശ്രോതാവ്. അയാളെന്തുകൊണ്ട് കേട്ടിട്ടുണ്ടോന്നില്ല ആ ശബ്ദം കേട്ടപ്പോൾ? ചോദ്യം ഇതാണ് നേരിട്ട്. ആ ഗാഠനിദ്രയിൽ കിടക്കുന്നവൻ, അവിടെ പ്രാണൻ ഉണർന്നിരുന്നിട്ടും ആ ശബ്ദം കേട്ടിട്ട് എന്തുകൊണ്ട് ഉണർന്നില്ല? ആരാ ഈ ശബ്ദം കേൾക്കേണ്ടത്? ആ ശ്രോതാവ്. അതാരാണ്? ആത്മാവ്. അതവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കേട്ടില്ല? പറയുന്നു, നജ കഥാചിതപി ബൃഹത്വാദി ശബ്ദ ഹി സംബോധിത പ്രതിപദ്യമാനോ ദൃശ്യത. അങ്ങനെ സാധാരണ കാണാറില്ല. നല്ല ഗാഠനിദ്രയിലാണ് ഒരാളടുത്ത് നിന്നും വിളിക്കുന്നു.
മൃദുവായി വിളിക്കുന്നു. എന്നുവെച്ചാൽ അയാൾ കേൾക്കത്തക്ക രീതിയിൽ. അങ്ങനെ നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരാളെ അടുത്ത് നിന്ന് വിളിക്കുമ്പോൾ അയാൾ പ്രതികരിക്കുന്നതിന് എത്രമാത്രം ശബ്ദം ആവശ്യമുണ്ടോ അത്രയും ശബ്ദത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് വെടിവെക്കുന്ന കാര്യമല്ല പറയുന്നത്. കാരണം ഇവിടെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു ഇല്ലയോ അതാണ്. അതെങ്ങനെ ഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല അതാണ്. അവിടെ ശബ്ദം പറഞ്ഞാലും ഒരാൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ ശബ്ദം പറഞ്ഞാൽ അയാൾ ഗ്രഹിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഒരു ശ്രോതാവുണ്ട്, അതുകൊണ്ട്. പക്ഷെ ഇവിടെ ശ്രോതാവ് ഉണ്ടായിരുന്നിട്ടും പ്രതിപദ്യമാനോ നദൃശ്യത ഗ്രഹിക്കുന്നില്ലല്ലോ. പ്രാണൻ എന്തായാലും ഗ്രഹിക്കില്ല, കാരണം അത് ശ്രോതാവല്ല. വാസ്തവ ശ്രോതാവ് എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? തസ്മാ അകാരണം അഭോക്തൃത്വേ സംബോധന അപ്രതിപത്തി. അതുകൊണ്ട് പ്രാണൻ ശ്രോതാവല്ല, അതുകൊണ്ടത് കേട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വാസ്തവ ശ്രോതാവും കേൾക്കുന്നില്ല. തദ്വത താവൻ മാത്ര അഭിമാനാനുപത്തേഹി പറയുന്നു, വിശദീകരിക്കുന്നു. യസ്യ പ്രാണം വ്യതിരിക്ത ഭോക്ത സ പ്രാണാദി കരണവാൻ പ്രാണി പറയുന്നു. ശരി, ഞങ്ങളിവിടെ പറയുന്നു പ്രാണനിൽ നിന്നും ഭിന്നനായ ഒരു ശ്രോതാവ് അവിടെയുണ്ട്. അവനെന്താണ്? ഈ പ്രാണാദി കർണങ്ങളോട് കൂടിയവനാണ്. അതുകൊണ്ടാണ് അവനെ പ്രാണി എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്. തസ്സിന്ന പ്രാണദേവത മാത്ര അഭിമാനം. അവൻ കേവലം പ്രാണദേവതയിൽ മാത്രം അഭിമാനിക്കുന്നവനല്ല. എങ്ങനെ? രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ? അവന്റെ കേവലം ഒരു കൈയിലോ അല്ലെങ്കിൽ ഒരു കാലിലോ ആണോ രാമനെ കാണുന്നത്? ഞാൻ രാമൻ എന്ന് പറയുന്നത് എന്താണ്? വെറും കൈയോ ഒരു കാലോ ഒരു ഭാഗം മാത്രമാണോ? അല്ല, സമ്പൂർണമായ സംഘാതത്തെയാണ് അവൻ രാമൻ എന്ന് സ്വയം മനസ്സിലാക്കുന്നത്. അപ്പോൾ രാമൻ എന്ന് പറയേണ്ടതിന് പകരം കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ കൈയാണ്. അതുകൊണ്ട് രാമൻ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. കൈ രാമന്റേതാണെങ്കിലും രാമനത് മാത്രമല്ല. ഇപ്പോൾ കൈയെന്നോ കാലെന്നോ തലയെന്നോ മൂക്കെന്നോ ചെവിയെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാമനാകുന്നില്ല. രാമനത് എന്നെ വിളിക്കുന്നു എന്നുള്ളൊരു ബോധരാമനുണ്ടാകത്തില്ല. ഉണ്ടാവണമെങ്കിൽ ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ പേരിൽ രാമൻ എന്ന് തന്നെ വിളിക്കണം, എന്നാലേ സാധ്യമാകും. ഇവിടെ എന്താണ്? ആ ഉറങ്ങിക്കിടക്കുന്ന ശ്രോതാവ്, ആ ശ്രോതാവിനിവിടെ സംബോധന ചെയ്യുന്നില്ല ശരിക്കും. ഈ സംബോധന കൊണ്ട് ആ ശ്രോതാവ് എന്തുകൊണ്ട് ഉണരുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്ന ആ ശ്രോതാവിനെ സംബോധന ചെയ്യുന്നില്ല, മറിച്ച് എന്തിനാണ് സംബോധന ചെയ്യുന്നത്? അവിടെ ആ ശ്രോതാവിന്റെ ചെറിയൊരംശം മാത്രമായിരിക്കുന്ന പ്രാണനെയാണ് സംബോധന ചെയ്യുന്നത്. ആ സംബോധന ശ്രോതാവിൽ എത്തിച്ചേരുന്നില്ല എന്നാണ്. എത്തിച്ചേർന്നിരുന്നെങ്കിൽ ശ്രോതാവ് ഉണർന്നാണ്. ഇത് പ്രാണൻ വരെ എത്തുന്നേ ഉള്ളൂ. പ്രാണനെയാണ് ആ സംബോധന. തസ്മാത് പ്രാണനാമ സംബോധനേ കൃഷ്ണാഭിമാനിനോ ദൈവ പ്രതിപത്തി. അപ്പോൾ കേവലം പ്രാണനെ സംബോധന ചെയ്യുമ്പോൾ കൃഷ്ണാഭിമാനിയായിരിക്കുന്ന ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എല്ലാത്തിനും അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ആ ശ്രോതാവ് യുക്തേവ പ്രതിപത്തി. ഇത് എന്നെ വിളിക്കുന്നു എന്ന് തോന്നാൻ വഴിയില്ല. എങ്ങനെ തോന്നും? എങ്ങനെ അത് ഗ്രഹിക്കും? എങ്ങനെ പ്രതികരിക്കും? അങ്ങനെയാണെങ്കിൽ കൈ അല്ലെങ്കിൽ കാല് എന്ന് പറയുമ്പോൾ രാമൻ എന്നെ വിളിക്കുന്നു, രാമൻ അതിനെ അറിയും, ആ സംബോധന തന്നെ കുറിച്ചാണെന്ന് അറിയും, പ്രതികരിക്കുകയും ചെയ്തത്. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു അംശത്തിൽ മാത്രമാണ്, ശ്രോതാവിൽ അല്ല ആ ശബ്ദം.
നതോ പ്രാണസ്യ അസാധാരണ നാമ സംയോഗേ ദേവതാത്മ അനഭിമാനാശ്ചാത്മന. ഇവിടെ എന്താണ്? ആ സമഷ്ടി ദേവതാത്മ, അതിന്റെ കേവലം അധ്യാത്മരൂപം, അതാണ് പ്രാണൻ. അതല്ല ആത്മാവ്. ഇവിടുത്തെ ആ ശബ്ദം കേവലം അതിനെ കുറിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ എന്തായാലും താല്പര്യം? ആ സുപ്തമായിരിക്കുന്ന ആ ചൈതന്യത്തെ ഉണർത്തുന്നതിന് പര്യാപ്തമായ ശബ്ദമല്ല എന്നാണ്. അതാണ് എന്റെ താല്പര്യം. ആ സുപ്തമായിരിക്കുന്ന ചൈതന്യത്തെ ഉണർത്തുന്നതിന് പര്യാപ്തമായൊരു ശബ്ദം ചെന്നു കഴിഞ്ഞാൽ, അതിന് പര്യാപ്തമായി എന്തെങ്കിലും ചെന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചടുത്ത് വിശദമായി ചർച്ച ചെയ്യും. ശരി, വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല, സ്പർശിക്കുന്നു, ഉണരുന്നില്ല, വീണ്ടും ഒന്നുകൂടി സ്പർശിക്കുന്നു. കാരണം ഇവിടെ ഗാഠനിദ്രയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ ശബ്ദം തന്നെ മൃദുവായ ശബ്ദം, പിന്നെ അത് കുറച്ചുകൂടി മധ്യമായി, പിന്നെ തീവ്രമായി. അപ്പോൾ തന്നെ സർവകർണങ്ങളും വിലയിച്ച് കേവലം ബോധരൂപത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യത്തെ ഉണർത്തുന്നതിന് പര്യാപ്തമായ ഒന്ന്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഉണരുന്നുണ്ട്. എന്തായാലും അത് ആ പ്രാണനല്ല, പ്രാണന് പിന്നിലുള്ള ഒന്നാണ്. അതിനാണ് പ്രാണന്റെ പേരെന്ന് എടുത്തു പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രാണനാമ സംബോധന കൃഷ്ണ അഭിമാനനോ യുക്തേവ പ്രതിപത്തി. പ്രാണൻ എന്നുള്ള ശബ്ദം കൊണ്ട് വിളിച്ചതുകൊണ്ടാണ് ഉണരാത്തത്. എന്താ അവിടെ ആത്മാവെന്നുള്ള ശബ്ദം കൊണ്ട് വിളിച്ചാൽ ഉണരൂ, ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് വിളിച്ചാൽ ഉണരൂ. അവിടെ ഉദ്ദേശിക്കുന്നതല്ല, ശബ്ദത്തിൻ്റെതല്ല. ആ ഉണർവിന് പര്യാപ്തമായ ഒരു ബാഹ്യനിമിത്തം അത് വേണം. അത് വരുന്നില്ല. കേവലം ആ പ്രാണ ദേവതയെക്കുറിച്ചുള്ളൊരു സംബോധന മാത്രം. അതുകൊണ്ട് അവിടെ ഉണർവ് എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ ആ മുഖ്യാത്മാവ് സുഷുപ്തിയെ വിട്ടിട്ട് ജാഗ്രതത്തിലേക്ക് വരുന്നില്ല, അത് സുഷുപ്തി തന്നെ തുടരുന്നു എന്നാണ്. സ്വനാമപ്രയോഗി അപ്രതിപത്തി ദർശന അയുക്തമിതി ചെയ്ത്, അതാണ് അടുത്ത് ചോദിക്കുന്നത്. ഇവിടെ പ്രാണന്റെ പേര് പറഞ്ഞു വിളിച്ചതുകൊണ്ടാണ് ഉണരാത്തത്. അങ്ങനെയാണെങ്കിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ പേര് പറഞ്ഞു വിളിച്ചാൽ ഉണരും. ഗാഠനിന്ദ്രിയനാണെങ്കിൽ അതാണ് സ്വനാമപ്രയോഗി അപ്രതിപത്തി ദർശനാദയുക്തം. രാമനെന്നോ കൃഷ്ണനെന്നോ വിളിച്ചാലും ഉണരുന്നില്ലല്ലോ. സുഷുപ്തസ്യ ലൗകികം ദേവദത്താദി നാമ തേന സംബോധ്യമന കഥാചിന്ന പ്രതിപത്തിത്തെ സുഷുപ്തസ്തഥാ ഭോക്താവിസൻ പ്രാണോ ന പ്രതിപത്തിത്തെ ചെയ്തു. ഉറങ്ങിക്കിടക്കുന്നവനെ രാമനെന്നോ കൃഷ്ണനെന്നോ പോയി വിളിച്ചു കഴിഞ്ഞാലും ഉണരുന്നില്ല. അതുപോലെയുള്ളൂ ആ പ്രാണനെ ഒരു പേര് പറഞ്ഞു വിളിക്കുന്നു, അത് ഉണരുന്നില്ല. അത് തന്നെയാണ് ശ്രോതാവ്. നമ്മളവിടെ എന്താ കാണുന്നത്? വളരെ ഉച്ചത്തിൽ വിളിക്കുന്നു, വെടി പൊട്ടിക്കുന്നു, ഉണരുന്നു. അത് ശബ്ദത്തിന്റെ ദോഷമല്ലല്ലോ, ആദ്യം വിളിച്ച ശബ്ദത്തിന്റെ ദോഷമല്ല, അത് പര്യാപ്തമായത്. അതുകൊണ്ടത് ആ വ്യക്തിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന, ആ ശ്രോതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ശബ്ദമല്ല. അതുകൊണ്ടാണ് ഉണരാത്തതെന്നും പറയുന്നതിന് കാര്യമില്ല. ആ വ്യക്തിയുടെ പേര് പറഞ്ഞു വിളിച്ചാലും ഉണരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആത്മപ്രാണയോ സുപ്ത അസുപ്തത്വ വിശേഷത്വത്തേഹേ സുഷുപ്തത്വ പ്രാണഗ്രസ്തതയാ
ഉപരതകരണ ആത്മാ സ്വനാമ പ്രയുജ്യമാനോപിന പ്രതിപത്തിരി. പറയുന്നു ഇവിടുത്തെ ചർച്ച എന്താണ്? ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. ഇവിടെ എന്തിനു ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് കൊണ്ടുപോയി അവൻ ഉറങ്ങുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാനല്ല. ഉറങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഉറങ്ങിക്കിടക്കുന്നവനെ ഒരു പേര് പറഞ്ഞ് വിളിച്ചാൽ അവൻ ഉണരത്തില്ല എന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണോ ആത്മാവിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത്? അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഉറങ്ങിക്കിടക്കുന്നവനെ അവന്റെ പേര് പറഞ്ഞ് വിളിച്ചാൽ ഉണരുന്നില്ല എന്നുള്ളതും ശരി തന്നെയാണ്. പേര് പറഞ്ഞ് വിളിച്ചാൽ ഉണരും, അതുകൊണ്ട് ആത്മാവുണ്ട്. ഉണരുന്നില്ല, അതുകൊണ്ട് ആത്മാവില്ല. അങ്ങനെ സമർത്ഥിക്കുകയല്ല ഇവിടുത്തെ ഉദ്ദേശം. അതൊന്നുമല്ല ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത. നമ്മൾ ഒരുവൻ ഉറങ്ങുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരാൾ ഉറങ്ങാതിരിക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അത് അംഗീകരിച്ചേ പറ്റും. അവിടെ ആരാ? ആ പ്രാണൻ ഉണർന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്നു ഉറക്കം, അവിടെ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല, കേവലം ആത്മാവ് മാത്രം ശേഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അതെങ്ങനെ ശരിയാകും? ഇവിടെ ഈ മുറിക്കകത്ത് ആരുമില്ല എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് ഉണർന്നിരുന്നാലേ പറയാൻ പറ്റും. ഉറങ്ങിയാൽ പറയാൻ പറ്റും. ഉറങ്ങിയാൽ എനിക്കിങ്ങനെ പറയാൻ കഴിയും. സർവത്തെയും നിഷേധിക്കണമെങ്കിലും മറ്റൊന്നുമില്ല എന്ന് പറയണമെങ്കിലും ഉണർവ് വേണം. ഉറക്കത്തിൽ പറ്റത്തില്ല. ഉറക്കത്തിലില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും, പറയില്ല. ഉറക്കത്തിൽ അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥമുണ്ടോ? ഞാൻ മുറിക്ക് പുറത്തിരിക്കുന്നു, ഈ മുറിക്കകത്ത് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇല്ല എന്ന്. അറിവില്ല എന്ന് പറയുന്നത് അറിവിനെ നിഷേധിക്കുന്നു. ഇല്ല എന്ന് പറയുന്നത് വസ്തുക്കളുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു. രണ്ട് കാര്യമാണ്. രണ്ടും ഒന്നല്ല. സുഷുപ്തിയിലൊന്നുമില്ല എന്നെനിക്ക് എങ്ങനെ പറയാൻ കഴിയും? അറിഞ്ഞില്ലെന്നേ പറയാൻ കഴിയും പരമാവധി. അതുകൊണ്ട് സുഷുപ്തിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരത്തിന്റെ അടുത്ത് പോയി നോക്കണം എന്താ അവിടെ സംഭവിക്കുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ കണ്ടതെന്താണ്? ഒരാൾ മാത്രം ഉറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഉറങ്ങി. കണ്ണുറങ്ങി, ചെവി ഉറങ്ങി, എന്നുവെച്ചാൽ കാണുന്നില്ല, കേൾക്കുന്നില്ല, മണക്കുന്നില്ല, രുചിക്കുന്നില്ല. എന്നിട്ടും ഗാഠമായ നിദ്രയിലാണെങ്കിൽ ശരീരത്തിൽ മറ്റു ചലനങ്ങളൊന്നുമില്ല, പ്രാണചലനം മാത്രം. ഒരാൾ മാത്രം ഉണർന്നിരിക്കുന്നു. അങ്ങനെ ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഉണർവിലും ഉറക്കത്തിലും ഒരാൾ ഉണർന്നിരിക്കുന്നുണ്ട്, അയാളാണ് പ്രധാനം. ഈ ശരീരത്തിൽ പ്രാധാന്യം അതിനാണ്. ശരീരം നശിക്കുമ്പോൾ മരണം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇയാളെ കാണുന്നുമില്ല. മൃതശരീരത്തിൽ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പ്രവർത്തിക്കുന്ന ഇവനാണ് ആത്മാവ്. ഇന്നത്തെ ഭൗതികവാദികൾ, ഭൗതിക ശാസ്ത്രം, ഭൗതിക പഠനങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ഇവിടെയാണ്. നിങ്ങൾ എന്തിനാണ് ആത്മാവെന്ന് പറയുന്നത്? ഈ ജീവനെയാണ്. അതെങ്ങനെ അറിയാം? പരിശോധിച്ചു നോക്കുക. അതിനുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ തലയിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പരിശോധിക്കുമ്പോൾ എന്താണ്? ഉറക്കത്തിലുമുണ്ട് ഒരു ചലനം, ഒരു ജീവചലനം, ജീവസ്പന്ദനം. അതാണ് ജീവൻ, അതാണ് ആത്മാവ്. അതാണ് ഈ ശരീരത്തിന് ചൈതന്യത്തെ കൊടുക്കുന്നത്. അതില്ലെങ്കിൽ ഇവിടെ എന്താ ബോധം? ആർക്ക് ബോധം? ഈ പ്രാണനില്ലാതെ ബോധം മാത്രം നിൽക്കുന്ന ശരീരത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ഏതെന്നാണോ ഈ ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്നത്, അതിനാണല്ലേ ആത്മാവെന്ന് പറയുന്നത്. അത് ഈ പ്രാണനപ്പുറം ഒന്നിനും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ
അതെങ്ങനെ പ്രവർത്തിക്കുന്നു പ്രാണൻ, അതിന് അവർക്ക് പല നിഗമനങ്ങളുമുണ്ട്. തലയ്ക്കുള്ളിലെ സൂക്ഷ്മകോശങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതിങ്ങനെ നിലനിൽക്കുന്നത്. ഇങ്ങനെയെല്ലാം പറയും. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാണനാണ് ആത്മാവ്. ഇതാണ് ഇവിടെ ഗാർഗ്യബ്രാഹ്മണനും പറയുന്നത്. സാധാരണ യുക്തി അനുഭവം കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. അതാണോ ആത്മാവ്, അതാണ് ഇവിടെ പരിശോധിക്കേണ്ട കാര്യം. അപ്പോ സുഷുപ്തിയിലും ഉണർന്നിരിക്കുന്നവൻ, ജാഗ്രതത്തിലും ഉണർന്നിരിക്കുന്നവൻ, മൃതശരീരത്തിൽ കാണാത്തവൻ, അവനല്ലേ ആത്മാവായിരിക്കേണ്ടത്. അല്ല തന്റെ ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആത്മാവിനെ നിശ്ചയിക്കാൻ പറ്റും. ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ കൊണ്ട് അറിയുന്ന അവസ്ഥയിൽ തീരുമാനിക്കുക. അറിയുന്ന അവസ്ഥയിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഭാഷ്യകാരൻ പറയുന്നു, നിങ്ങൾ വഴിതെറ്റിച്ച് ചിന്ത ചെയ്യരുത്. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇവിടെ ഗാർഗ്യൻ പറയുന്നത് ആ ഉണർന്നിരിക്കുന്നവനവനാണ് ആത്മാവ്. അജാതശത്രു പറയുന്നത് എന്താണ്? അവിടെ ഉറങ്ങിക്കിടക്കുന്നവനാണ് ആത്മാവ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടെയും ഉണർന്നിരിക്കുന്നവനല്ല ആത്മാവ്. ചോദിക്കാൻ അവിടെ ആരാ ഉറങ്ങിക്കിടക്കുന്നു? അവിടെ ആരോ ഉറങ്ങുന്നുണ്ട്, അതാണ് ആത്മാവ്. അത് പ്രാണനാണോ? അല്ല, പ്രാണൻ ഉറങ്ങുന്നില്ലല്ലോ. നിങ്ങളെന്താ പറയുന്നത്? അവിടെ ഒരുവന് ഉറങ്ങിക്കിടക്കുന്നു എന്നാ? പ്രാണൻ ഉറങ്ങുകയാണോ? ഇല്ല, പ്രാണൻ ഉണർന്നിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിലുള്ള ചിന്തയുടെ വ്യത്യാസം. ഉണർന്നിരിക്കുന്നവൻ ആത്മാവല്ല. ആണെന്ന് പറയുന്നു ഗാർഗ്യൻ, അല്ലെന്ന് പറയുന്നു അജാതശത്രു. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തന്റെ അടുത്ത് പോയത്. ഇത് വേറൊരിടത്തും മനസ്സിലാക്കാൻ ഒക്കത്തില്ല. തന്റെ ഉറക്കത്തെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒന്നും അറിയുന്നില്ലല്ലോ. ആരുറങ്ങുന്നു, ആരുണർന്നിരിക്കുന്നു, ഇതൊക്കെ ഈ ഉണർന്നിരിക്കുന്ന സമയത്തേ ഉള്ളൂ ഈ അറിവില്ല. ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല. അവിടെ പിന്നെ ആത്മാവിനെ എങ്ങനെ അറിയും? ആത്മാവിനെ കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യും? അതുകൊണ്ട് പറയുന്നു ആത്മപ്രാണയോ സുപ്ത അസുപ്തത്വ വിശേഷ ഉപത്തേഹേ. ഇവിടെ ഇങ്ങനെ ഒരു വിശേഷമുണ്ട്. ഒന്ന് സുപ്തം, മറ്റൊന്ന് അസുപ്തം. ഒരുവൻ ഉറങ്ങുന്നു, ഒരാൾ ഉറങ്ങുന്നില്ല. എന്തായാലും ഉണർന്നിരിക്കുന്നവനെ കണ്ടിട്ട് ഉറങ്ങുന്നു എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. അവിടെ പ്രാണൻ ഉണർന്നിരിക്കുന്നു, മറ്റാരും അവിടെ ഉറങ്ങുന്നു. ആ ഉറങ്ങുന്നവനെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ അവിടെ ഉണർന്നിരിക്കുന്നത് എന്നാണ്. ഇതിന് ആരുറങ്ങിയെന്നാ പറയുന്നത്? സുപ്തത്വാ പ്രാണഗ്രസ്തതയാ ഉപരതകരണ ആത്മാ. അവിടെ ആത്മാവ് ഉറങ്ങുകയാണ്. പ്രാണഗ്രസ്തതയാ ഉപരതകരണ. ബാക്കി കർണങ്ങളെല്ലാം കാണേണ്ടത്, കേൾക്കേണ്ടത്, മണക്കേണ്ടത്, രുചിക്കേണ്ടത്, ഇതിനെല്ലാം പ്രാണനങ്ങ് ഗ്രസിച്ചിരിക്കുകയാണ്, തന്നിലാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ ഉണർന്നിരിക്കുന്നു, അവൻ അതിനെ വിഴുങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടല്ലേ നല്ല ഉറക്കം. എന്താ, നടക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പിടിക്കാൻ കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഇന്ദ്രിയം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ സംഭവിക്കും, ഗാഠനിദ്ര സംഭവിക്കുന്നില്ല. സ്വപ്നത്തിന് ബോധസ്ഫുരണം അവിടെയുണ്ട്. ജാഗ്രതത്തിന് ബോധസ്ഫുരണമുണ്ട്.
അവിടെ കർണങ്ങൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രാണഗ്രസ്തമല്ല. ഇത് പരസ്പരം ബന്ധമുണ്ട്. സ്വപ്നത്തിനും ജാഗ്രതത്തിനും രണ്ടിടത്തും മനസ്സ് പ്രവർത്തിക്കുന്നു, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, പ്രാണൻ പ്രവർത്തിക്കുന്നു, എന്തിന് ശരീരം പോലും പ്രവർത്തിക്കുന്നു. ഒരു രൂപത്തിലല്ലെന്നേ ഉള്ളൂ. ഇവിടെ സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് സൂക്ഷ്മ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ സ്ഥൂല കർണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സൂക്ഷ്മ കർണങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവ പരസ്പരം ബന്ധമുള്ളതാണ്. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ബന്ധമുണ്ടല്ലോ. സൂക്ഷ്മത്തിന്റെ രൂപാന്തരമാണ് സ്ഥൂലം. അത് അടുത്തും അകന്നും ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ആ സ്ഥൂലത അതിന്റെ പൂർണ്ണതയിൽ വരുമ്പോൾ അത് ജാഗ്രതയായി. ആ സൂക്ഷ്മത ആ സ്ഥൂലതയിൽ നിന്ന് വിട്ട് അകന്നകന്ന് പോകുന്നതോറും അത് സ്വപ്നമായി. പക്ഷെ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സ്വപ്നത്തിലെ പുലിയെ കണ്ട് ഭയന്നാൽ ജാഗ്രതത്തിലും ശരീരം മറയ്ക്കുന്നു. അത് സ്ഥൂലവും സൂക്ഷ്മവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടാണ്. രണ്ടും പഞ്ചഭൗതികമാണ്. പഞ്ചഭൂതങ്ങളുടെ പ്രവൃത്തികളാണ്. രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അവിടെ ഇതിനെല്ലാം രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് വേറെ തരത്തിൽ പറയും എന്താണ്? ജാഗ്രതത്തിലെ അനുഭവങ്ങളിൽ നിന്നുള്ള വാസനയിൽ നിന്നും സ്വപ്നം ഉണ്ടാകുന്നെന്നും മറ്റും പറയും. ഒരു പ്രക്രിയയിൽ അങ്ങനെ പറയും. ജാഗ്രത സ്ഥൂലവും വാസന സൂക്ഷ്മമായില്ലേ? ഇത് പരസ്പര ബന്ധമുള്ള കാര്യമല്ലേ? ഇത് തമ്മിൽ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ, അടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിടെ സ്വപ്നാനുഭവങ്ങൾ വളരെ തീവ്രമായി കഴിഞ്ഞാൽ അത് സൂക്ഷ്മം തന്നെ കൂടുതൽ പ്രകടമായാൽ അത് ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ പ്രകടമായ അനുഭവമാണ്. സ്വപ്നം എന്ന് പറയുന്നത് ജാഗ്രതത്തിനപേക്ഷിച്ച് അവ്യക്തമായ അനുഭവങ്ങളാണ്. പക്ഷെ സൂക്ഷ്മമായിരിക്കുന്നതിന് എപ്പോഴും സ്ഥൂലത്തിനോട് അടുത്ത് വരാം. കൂടുതലത് പ്രകടമാകാം. അത് സ്ഥൂലത്തിനോട് അടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശരീരവുമായിട്ടും മറ്റും ബന്ധം വരുന്നു. അടുത്തു വരുമ്പോൾ എന്ത് വരുന്നു? സ്വപ്ന അനുഭവങ്ങളുടെ ഒരു തുടർച്ച സ്ഥൂലമായ ദേഹത്തെയും ബാധിക്കും. അതുകൊണ്ടാണ് വ്യാഘ്ര സിംഹത്തെയൊക്കെ കണ്ട് ഭയക്കുന്നവൻ ഉണർന്നു കഴിഞ്ഞതിന് ശേഷവും ശരീരം മറക്കുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് പരസ്പര സ്ഥൂല സൂക്ഷ്മങ്ങളുടെ പരസ്പര ബന്ധം. അതിനൊരിക്കലും പൂർണ്ണമായും രണ്ടാക്കാൻ കഴിയത്തില്ല. അത് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ സുഷുപ്തി അങ്ങനെയല്ല. അവിടെ എന്താണ്? ഈ രണ്ടിൽ നിന്നും പൂർണ്ണമായും വിടുന്നു. വിടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണഗ്രസ്തമാകുന്നു എല്ലാം. സ്വപ്നത്തിൽ പ്രാണനും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നു. വേറെ രൂപത്തിലെന്നേ ഉള്ളൂ. സുഷുപ്തിയിൽ ഇതിനെല്ലാം പ്രാണൻ വിഴുങ്ങിയിരിക്കുന്നു. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു. ഉപരതകരണ ആത്മാ. അപ്പോ ആത്മാവെന്ത് ചെയ്തു? ഉപരതകരണനായി എന്ന് വെച്ചാൽ സുഷുപ്തനായി. ഇനി അതിനുറങ്ങാം ആത്മാവ്. കാരണം എല്ലാം പ്രാണന്റെ കയ്യിലല്ലേ. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയുമ്പോൾ അവിടെ എല്ലാ ഉപാധികളെയും ഉപേക്ഷിച്ചിട്ട് എല്ലാം പ്രാണനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ എല്ലാം തിരിച്ചു തരണം. അങ്ങനെ ഒരു എഗ്രിമെന്റിലാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു ഉറക്കത്തിലാണ്, കാഞ്ഞുപോയി, വെടിയായി. ഇതാണ് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് വെള്ളത്തിലൊക്കെ എടുത്ത് ചാടുന്നു കുളിക്കാൻ. തിരിച്ചു വരുമ്പോൾ വസ്ത്രങ്ങളെല്ലാം തിരിച്ചേൽപ്പിക്കുന്നു. അയാൾ വസ്ത്രം ധരിക്കുന്നു, പോകുന്നു. ഇതുപോലെ പ്രാണനെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വയം ഗ്രസിച്ചുകൊണ്ട് വിഴുങ്ങിക്കൊണ്ട്
സൂക്ഷിച്ചു നിൽക്കുന്നതാണ് പറയുന്നത് അവൻ ഉണർന്നിരിക്കുന്നു. അത് ഈ ശരീരത്തെ ആശ്രയിക്കും ഒരു പരിധി വരെ. അതെല്ലാം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്ഥൂല സൂക്ഷ്മ കാരണതരത്തിൽ അതൊക്കെ സംഭവിക്കുന്നു. പക്ഷേ അവിടെ സുഷുപ്തനായ ഒരുവനിരിക്കുന്നു. ഈ വ്യത്യാസം കാണിക്കാനാണ് ഈ ചർച്ച ചെയ്യുന്നത്. അത് വഴിമാറിപ്പോയാൽ ശരിയാവുന്നില്ല. ആരാണ് അവിടെ ഉണർന്നിരിക്കുന്നവൻ, ആരാണ് അവിടെ ഉറങ്ങുന്നത്? ആത്മാവ് ഉറങ്ങുന്നവൻ, അവന് ഈ ജാഗ്രതത്തിൽ പരിചയമുള്ള ഏത് ശബ്ദം ഉപയോഗിച്ചാലും ശരി, ആത്മാവെന്നോ ബ്രഹ്മമെന്നോ രാമനെന്നോ കൃഷ്ണനെന്നോ പ്രയുജ്യമാനമപി ന പ്രതിബദ്ധത, അവനൊന്നും അറിയുന്നില്ല. അതിന് എന്താ തകരാറ്? ശ്രോതാവാണെങ്കിലും അവൻ എന്തുകൊണ്ട് അറിയണം? കാരണം അവന്റെ ഇതറിയുന്നതിനുള്ള എല്ലാ ഉപകരണങ്ങളും പ്രാണനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രാണൻ ഉണർന്നിരുന്നിട്ടും വിശേഷമുണ്ട്. കാരണം അവൻ ഈ ശ്രോതാവല്ല, അവൻ കേവലം ഒരു ഉപകരണം മാത്രം. ഈ വസ്ത്രങ്ങളെല്ലാം കൈ പിടിച്ചിരിക്കുന്നവന് അവനത് വേലക്കാരനാണ്. അവനതെടുത്ത് ഇടുന്നതിനുള്ള അവകാശമൊന്നുമില്ല. സൂക്ഷിക്കുക മാത്രം. ആള് തിരിച്ചു വരുമ്പോൾ വസ്ത്രം കൊടുക്കുക. അതുകൊണ്ട് ഈ രണ്ട് വ്യത്യാസം ഇവിടെയുണ്ട്, സുപ്തനും അസുപ്തനും. ഇവിടെ ശ്രോതാവായിരിക്കുന്നത് ആ സുപ്തനാണ് വാസ്തവത്തിൽ. അസുപ്തൻ, ഉറങ്ങാത്തവൻ, ഉണർന്നിരിക്കുന്നവൻ, അവന് ഇതൊന്നുമല്ല. അതുകൊണ്ട് ഈ ശബ്ദങ്ങളൊന്നും അവിടെ അവൻ ഗ്രഹിക്കുന്നില്ല. മറ്റവൻ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? അവൻ സുപ്തനായിപ്പോയി. ഗ്രഹിക്കേണ്ട കാര്യങ്ങളൊന്നും അവന്റെ കയ്യിലില്ല എന്നാണ്. നദോ തഥാ അസുപ്തസ്യ പ്രാണസ്യ ഭോക്തൃത്വേ ഉപരതകരണത്വം സംബോധന അഗ്രഹണം വായുക്തം. പ്രാണൻ ഗ്രഹിക്കുന്നില്ല, അവൻ ഗ്രഹിക്കാൻ യോഗ്യനല്ല. സംബോധന അവന് ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഉറങ്ങാത്ത പ്രാണൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഉറങ്ങിയവനെ പോലെ, ഉറങ്ങിയവൻ കേൾക്കാത്ത പോലെയല്ലേ അത് എന്ന് പറയാൻ പാടില്ല. രണ്ടും രണ്ടാണ്. ഒരാൾ ഉറങ്ങുന്നു, ഒരാൾ ഉറങ്ങുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ ചോദിക്കുന്നതാണ് ഉറങ്ങാത്തവൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങിയവൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നാണ് മറുചോദ്യമാണോ വേണ്ടത്? ഉണർന്നിരിക്കുന്നവൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഉറങ്ങിയവൻ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ രണ്ടും സമാനമാകും. ഉറങ്ങിയവൻ ഉറങ്ങിയതുകൊണ്ട് തന്നെ കേൾക്കുന്നില്ല. പക്ഷെ ഉണർന്നിരിക്കുന്നവൻ കേൾക്കേണ്ടതാണ്. എന്തുകൊണ്ട്? അവനത് കേൾക്കുന്നതിനുള്ള യോഗ്യതയില്ല, അതുകൊണ്ട് കേട്ടില്ല. ഉറങ്ങാത്തവൻ എന്തുകൊണ്ട് കേട്ടില്ല? ഉപരത കരണത്വം. അതാണ് അതിന് കാരണം. പറയാനുണ്ട് അവിടെ. അവന്റെ കർണങ്ങളെല്ലാം ഉപരിതമായിരിക്കുന്നു. ഉണർന്നിരിക്കുന്നവൻ എന്തുകൊണ്ട് കേട്ടില്ല? അവനതിനുള്ള യോഗ്യതയില്ല, അവൻ കേൾക്കേണ്ടവനല്ല. അതുകൊണ്ട് രണ്ടും രണ്ടാണ് എന്നിവിടെ രണ്ടിനെയും വേർതിരിച്ച് കാണിക്കുകയാണ്. എന്നാലും അവിടെ ചോദ്യങ്ങൾ വരും. ഇതങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയൊരു വിഷയമല്ല. ഇങ്ങനെ സുഷുപ്തൻ ആത്മാവാണ്, ഉണർന്നിരിക്കുന്നവൻ പ്രാണനാണ്, അങ്ങനെ വേർതിരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ വരികയാണ്. വേറെ പലതരത്തിലും വരുന്നു. ഇവിടെ അജാതശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ അവിടെ ഉറങ്ങുന്നവൻ ആത്മാവാണോ, ഉണർന്നിരിക്കുന്നവൻ പ്രാണനാണെന്ന് വേർതിരിക്കണം. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണർന്നിരിക്കുന്ന പ്രാണൻ അത് തന്നെയാണ് ആത്മാവ്, മറ്റൊന്നും അവിടെ ഇല്ല എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച. അത് ഭാഷ്യകാരൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന് ഉണർന്നിരിക്കുന്നവനെ കുറിച്ചും ഒന്ന് ഉറങ്ങിയവനെ കുറിച്ചുമാണ് ചർച്ച. ആ വ്യത്യാസം സുപ്തൻ അസുപ്തൻ, അതിൽ സുപ്തനാണ് ആത്മാവെന്നാണ് ഞാൻ പറയുന്നത്. അസുപ്തൻ പ്രാണനാണ് എന്നാണ്. ആ രീതിയിൽ ഇവിടെ അങ്ങനെ പറയുമ്പോൾ
അവിടെ ആത്മാവിന്റെ അവാസ്തവ സ്വരൂപം എന്താണെന്ന് വ്യക്തമാക്കും. അവസാനം പറയും അവിടെ ഇനി സുപ്തനായ ഒരു ആത്മാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഒരാൾ ഉണരുന്നുണ്ട്. ഉണർന്നിരിക്കുന്ന പ്രാണൻ ഉണരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഉണർത്താൻ പറ്റുമോ? അവൻ ജാഗ്രതയിൽ ഉണർന്നിരിക്കുകയല്ലേ. പക്ഷെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരുവൻ ഉണർന്നു വരുന്നുണ്ട്. ഇതേ ശബ്ദങ്ങൾ കൊണ്ട് തന്നെ. അത് കുറച്ചുകൂടെ ഒന്ന് ഉച്ചത്തിലാവണമെന്നേ ഉള്ളൂ. ആ ഉറക്കത്തിലും ഉണരേണ്ടതായ ഒരുവൻ ശേഷിക്കുന്നുണ്ട്. ആ ഉണർന്നു വരുന്നവൻ എന്താണ് ഉണർവെന്ന് പറയുന്ന ബോധം തന്നെ. അതിവിടെ കാണുന്നില്ല. ഈ പ്രാണന്റെ ഉണർവിൽ ആ ബോധം കാണുന്നില്ല. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അത് പറയുന്നു, അത് അഗ്നിയെപ്പോലെ സ്ഫുരിക്കുന്നു, ജ്വലിക്കുന്നു, ക്രമേണ എവിടെയോ പോയിട്ട് വരുന്നത് പോലെ ആ ബോധം പ്രകാശിക്കുന്നു. അതാണ് ആത്മാവ്. അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉറക്കം, ഉണർവ് എന്നുള്ള രീതിയിലുള്ള ഈ ചർച്ച ഇവിടെ തുടരുന്നത്.